വിവാദങ്ങൾ കത്തുന്നതിനിടെ എഎംഎംഎയിലെ നേതൃത്വം മാറണമെന്ന് ഒരു വിഭാഗം ഇന്നു ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ഭരണസമിതി പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും താൽക്കാലിക ഭരണസമിതിക്ക് ഭരണം കൈമാറണമെന്നുമാണ് അവിശ്വാസ പ്രമേയത്തിന്റെ കരട്. അതിനിടെ ജീവനക്കാരിയുടെ പരാതിയിൽ നിർബന്ധിപ്പിച്ച് അവധിയിൽ പ്രവേശിപ്പിച്ച അമ്മ ട്രഷറർ ശിവപാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ രംഗത്തെത്തി. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, അൻസിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് യോഗം തുടങ്ങുക? അല്പസമയത്തിനകം അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ചേരും. എല്ലാ അംഗങ്ങളും ഇപ്പോൾ യോഗം നടക്കുന്ന വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. മോഹൻലാലിനെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി യോഗത്തിലെത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നവർക്ക്. സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും ഉണ്ടാകില്ല. പക്ഷേ ഇന്നത്തെ ജനറൽ ബോഡിയെ സംബന്ധിച്ച് അമ്മയുടെ ഭാവിയിൽ വളരെ നിർണായകമാകും. കാരണം മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളുമാണ് അമ്മയുടെ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉള്ളവർ തന്നെ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. അവർക്ക് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമ്മ ജനറൽ ബോഡി ചേരുന്നത്. ചില എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ഷോക്കോസ് നോട്ടീസ് ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നേതൃത്വം തന്നെ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് അമ്മയുടെ വാർഷിക ജനറൽ ബോഡി ചേരുന്നത്. ഈ ജനറൽ ബോഡിയിൽ ഒരു വിഭാഗം നിലവിലെ നേതൃത്വത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ളൊരു കരട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കരടിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ ട്രഷറില്ലാത്ത ഒരു സംവിധാനം അല്ലെങ്കിൽ ഉണ്ണി ശിവപാലിനെതിരെ നടപടിയെടുത്ത് അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അത് മുൻപെങ്ങും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളും ആ കരട് അവിശ്വാസ പ്രമേയത്തിൽ ചോദിക്കുന്നുണ്ട്. അതിലൊന്ന് എല്ലാ വർഷവും നടത്തുന്ന ഷോ എന്തുകൊണ്ട് ഇപ്രാവശ്യം നടത്താൻ കഴിഞ്ഞില്ല? IFFKയിൽ മദ്യം വിളമ്പി പാർട്ടി നടത്തിയത് ആരുടെ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ വാർഷിക ജനറൽ ബോഡി നടക്കുന്ന വേദിയെ സംബന്ധിച്ചുള്ള ചില ആക്ഷേപങ്ങളുണ്ട്. സാധാരണഗതിയിൽ വാടകയൊന്നും നൽകാതൊരു വേദി അമ്മയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഈ വർഷം 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയൊരു വേദിയിലേക്ക് വാർഷിക ജനറൽ ബോഡി മാറ്റിയത്. ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ജനറൽ ബോഡിയിൽ അവർ ഉന്നയിക്കും. പക്ഷേ അതൊരു അവിശ്വാസ പ്രമേയമായി ജനറൽ ബോഡിക്ക് മുൻപാകെ വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർച്ച വന്നിട്ടില്ല. അതിനുള്ള അനുമതി നേതൃത്വം നൽകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ സംശയങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ, അതായത് നേതൃത്വത്തെ അനുകൂലിക്കുന്നവരും നേതൃത്വത്തെ എതിർക്കുന്നവരുമായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾക്ക് അമ്മ ജനറൽ ബോഡി സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ പരിസമാപ്തി എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. നേതൃത്വം മാറുമോ അതോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല. മുതിർന്ന അംഗങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ അമ്മയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നത് വിപ്ലവകരമായ ഒരു മാറ്റത്തിലൂടെയായിരുന്നു. സ്ത്രീകൾ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരികയും അത് വലിയ രീതിയിലൊരു മാറ്റമായി മാറുകയും ചെയ്തിരുന്നു. പക്ഷേ ആ മാറ്റം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതിലൊരു പരിഹാരം എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനിടയിലാണ് ഉണ്ണി ശിവപാലിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഉണ്ണി ശിവപാലിനെ അമ്മ ഓഫീസിൽ ജീവനക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഉണ്ണി ശിവപാലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജനറൽ ബോഡി നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഉണ്ണി ശിവപാൽ ഒരു വീഡിയോ തയ്യാറാക്കി അമ്മ അംഗങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ തൻ്റെ ഫോൺ പരിശോധിക്കാമെന്നും തൻ്റെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിക്കാമെന്നും അതോടൊപ്പം തന്നെ നുണ പരിശോധനയ്ക്ക് വിധേയമാകാമെന്നും ഒക്കെ തന്നെ താൻ പറഞ്ഞിരുന്നു. പക്ഷേ തൻ്റെ വാദം കേൾക്കാതെയാണ് തനിക്കെതിരെ നടപടി എടുത്തത്. അകാരണമായാണ് തന്നെ പുറത്ത് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇന്നത്തെ ജനറൽ ബോഡിയിൽ പറയും എന്നാണ് ഉണ്ണി ശിവപാൽ പറയുന്നത്. പക്ഷേ അതിനുള്ള അവസരം കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. എങ്കിലും താൻ ഇനി തുറന്നു പറയാൻ തയ്യാറാണ് എന്നൊരു കാര്യവും ഉണ്ണി ശിവപാൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ ജനറൽ ബോഡിക്ക് ശേഷം പുതിയ നേതൃത്വമാണോ നിലവിലെ നേതൃത്വമാണോ അമ്മയെ തുടർന്ന് നയിക്കുക എന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ ജനറൽ ബോഡിയിലായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക. മല്ലിക സുകുമാരനൊക്കെ അങ്ങോട്ടേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള തുറന്നു പറച്ചിലുകളും ആ ഞെടിക്കലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനപ്പെട്ട സാധാരണഗതിയിൽ അമ്മയുടെ യോഗം നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ലാലേട്ടനും മമ്മൂക്കയും ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ് പ്രധാനമെങ്കിൽ ഇന്നിപ്പോൾ അവിടെ സംസാരിക്കാൻ സാധ്യതയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം തന്നെ പലരും എത്തിയിട്ടുണ്ട്. അവരൊക്കെ എന്തൊക്കെയായിരിക്കും പറയുക? ഒരു വലിയ ചരിത്രമായി തന്നെയാണ്, വിപ്ലവകരമായ മാറ്റമായിക്കൊണ്ടാണ് ഒരു വനിത അമ്മയുടെ തലപ്പത്തേക്ക്, എഎംഎംഎയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. അതിനുശേഷം രൂപീകരിക്കപ്പെട്ട അവർ ഉൾക്കൊള്ളുന്ന ഭരണസമിതിക്കെതിരെയാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ ഒക്കെയും.
അതാകെയും ഒരു വലിയ വിപ്ലവം അതാണ് അവരവിടെ പടുത്തുയർത്തിയത്. ആ വിപ്ലവം തന്നെ പൊളിഞ്ഞ് നിൽക്കുമോ, പൊളിച്ചു മാറ്റേണ്ടി വരുമോ എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ പുതിയ നേതൃത്വം ആരായിരിക്കും, എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്.